തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ല 934 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി. 906 പോയിന്റുമായി ഇരിങ്ങാലക്കുട ഉപജില്ല രണ്ടാം സ്ഥാനത്ത്. കലോത്സവത്തിന്റെ സമ്മാനദാന വേദിയിലേക്ക്. മുപ്പത്തിയഞ്ചാമത് തൃശൂർ റവന്യൂ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ വേദിയിൽ പങ്കെടുത്തവർക്കുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശ്രീമതി അജിതാകുമാരി സമ്മേളനത്തിന്റെ നന്ദി പ്രകടനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ തിരശീല വീണിരിക്കുകയാണ്. തൃശൂർ ഈസ്റ്റ് ഉപജില്ല സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. നമുക്കറിയാം സംസ്ഥാന കലോത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനത്ത് ഒരു ജില്ലാ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നൽകുന്ന ഏക ജില്ല തൃശ്ശൂരാണ്. ആ തൃശ്ശൂർ ജില്ലയുടെ 17 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണക്കപ്പിന് ഇത്തവണ അർഹരായിരിക്കുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഉപജില്ലയാണ്. ഈസ്റ്റ് ഉപജില്ല ഇപ്പോൾ ആ സ്വർണ്ണക്കപ്പുമായി നമുക്ക് പിന്നിൽ കാണുന്ന വേദിയിലവർ ഉണ്ട്. എന്തായാലും സമാപന ചടങ്ങ് നന്ദി പ്രകാശനത്തിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും നമുക്ക് അവരുടെ ഒരു ആഘോഷത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്വർണ്ണക്കപ്പ് ജേതാക്കൾ ഇവിടെയുണ്ട്, അവരിലേക്ക് എത്തേണ്ടതുണ്ട്. ആ ടീമുകളൊക്കെ തന്നെയും വേദിയിൽ നേടിക്കഴിഞ്ഞതിന് ശേഷം മറ്റു വകുപ്പുകളും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഒരു നന്ദി പ്രകടനത്തിന്റെ ഇതുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഒരു സ്വർണ്ണ കപ്പാണ് വിജയികൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. തൃശൂർ ഈസ്റ്റ് ഉപജില്ലയാണ് ഈ ഒരു സ്വർണ്ണക്കപ്പിന് അർഹരായിട്ടുള്ളത്. 934 പോയിന്റോട് കൂടിയാണ് ഇത്തവണ തൃശൂർ ഈസ്റ്റ് ഉപജില്ല കുന്നംകുളം ആതിഥ്യമരുളിയ തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത്. അവർക്കുള്ള സ്വർണ്ണക്കപ്പും ഇപ്പോൾ സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ മാതൃകയാണ് ഇവർക്ക് സ്കൂളുകൾക്ക് കൊടുത്തുവിടുന്നത്. കാരണം സ്വർണം പൊതിഞ്ഞിട്ടുള്ള കപ്പ് മാതൃക മാത്രമാണ്. ഇവിടെ വേദിയിൽ സമ്മാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാതൃകയാണ് നൽകുന്നത്. എന്തായാലും വലിയ ആഘോഷമാണ് ഇപ്പോൾ ജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിനത്തിൽ നടന്നത്. ടീം ഏറെ വൈകിയാണ് സമാപന സമ്മേളനം നടന്നത് എന്നതുകൊണ്ട് തന്നെ ടീമുകളൊക്കെ തന്നെയും അതിന്റെ ട്രോഫികൾ മിക്കതിന്റെയും ട്രോഫികൾ വാങ്ങിയത് സംഘാടകർ കൂടിയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറെ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഏറെ വൈകിയ സാഹചര്യത്തിൽ സമാപന സമ്മേളനത്തിന് നന്ദി പ്രകാശനവും കഴിഞ്ഞ് ഇപ്പോൾ ടീമുകൾ സ്വർണ്ണ കപ്പും അതുപോലെ തന്നെ വിജയികൾക്കുള്ള വിവിധ സമ്മാനങ്ങളും ട്രോഫികളും ഒക്കെ ഏറ്റുവാങ്ങി ഇവിടെ നിന്നും പിൻവാങ്ങുകയാണ്. എന്തായാലും 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന് കുന്നംകുളത്ത് ഇതോടെ തിരശീല വീണിരിക്കുകയാണ്.